ചില സമയത്ത് അവന്റെ സ്വഭാവം കണ്ടോണ്ടല്ലോ ചൊറിഞ്ഞങ്ങ് വരും. പക്ഷെ ആള് പാവമുണ്ട്. ഇതിപ്പോ അമ്മൂമ്മയുടെ സ്വഭാവം പോലെയാണല്ല. ചില സമയത്ത് അമ്മൂമ്മയുടെ സ്വഭാവം നമുക്ക് വർക്കാവില്ല, പക്ഷെ ആള് പാവമുള്ളൂ. അത് കറക്റ്റ്, വളരെ കറക്റ്റ്. അത് നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലേ? പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഒബ്സർവേഷൻ കറക്റ്റാ. അവക്ക് മാത്രല്ല എനിക്കും തോന്നിയിട്ടുണ്ട്. അല്ല, അത് പറഞ്ഞപ്പോഴാണ് ചേച്ചി ഇങ്ങനെ വേറെ ആരൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്? കനക ആന്റി. അയ്യോ, കനകാന്റെ പറ്റി പറയാനുണ്ട് അമ്മോ. അങ്ങനെ എനിക്ക് കുറെ പറയാനുണ്ട്. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഇത് ആരെ പറ്റിയുള്ള കുറ്റം പറിച്ചിലോ പരിദോഷം പറിച്ചിലോ ഒന്നുമല്ല. ഇത് നമ്മുടെ ക്യാരക്ടർ അനലൈസേഷൻ. എന്തൊരു ക്യാരക്ടർ അനലൈസേഷൻ? ഈ അനലൈസ് ചെയ്യാന്ന് പറയുമ്പോ വാട്ട് ഡു യു മീൻ? അതായത് നമ്മൾ ഓരോരുത്തരുടെ ക്യാരക്ടറെ പറ്റി പഠിക്കുന്നു, പറയുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അത് കുറ്റവും പരദോഷമായിട്ട് എടുക്കരുത്. അതായത് ഈ സിനിമാക്കാരൊക്കെ പറയൂലേ, ആ ക്യാരക്ടറിന് ഇങ്ങനെ പഠിച്ചു, അവരങ്ങനെ പഠിച്ചു അങ്ങനെ. അത് കനകാന്റിയുടെ കാര്യം. ചില സമയത്തെ കനകാന്റിയുടെ ഒരു സ്നേഹമുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുമാതിരി സ്നേഹിച്ച് നമ്മളെ കുപ്പിയിലാക്കുന്ന പോലെ സ്നേഹിച്ചു കളയാ ഇല്ലേ? അത് ശരിയാട്ടാ. ഇപ്പൊ നമുക്ക് ആന്റിയുടെ അടുത്ത് കണക്ഷൻ കുറച്ച് കുറഞ്ഞു എന്ന് ആന്റിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി കൊണ്ടുവരും. ഇത് ശരിയാണ്. എടേ, ഞാൻ ഇടയ്ക്ക് ചേച്ചി വഴക്ക് പറഞ്ഞു. അമ്മ ആന്റിനെ വഴക്ക് പറഞ്ഞാ? അയ്യോ, മോശം പരിപാടി അമ്മായി. എത്ര വയസ്സിന് മൂത്തി വന്നില്ലെങ്കിലും. എടേ, അങ്ങനെ വഴക്ക് പറഞ്ഞല്ല. നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോ ആ ഫ്ലോയിലങ്ങ് വഴക്ക് പറയൂലേ, അങ്ങനെ വഴക്ക് പറഞ്ഞു പോയി. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം എനിക്ക് ജ്യൂസും കൊണ്ടുവരണം. അപ്പൊ ചില കാര്യങ്ങളൊക്കെ ആന്റി ചെയ്യുന്നത് മനഃപൂർവ്വമാണല്ലേ? അപ്പൊ ഇതിനർത്ഥം നൈസിനെ സോപ്പിട്ട് കുപ്പിയിലാക്കാന്നുള്ളതാണല്ലോ. സോപ്പിടാൻ തന്നെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആള് പാവമുണ്ട്. അതാണ് ഞാൻ അതല്ല ചിന്തിക്കാറുന്നേ. ഈ അമ്മുമ്മയും ആന്റിയും തമ്മിലുള്ള ഒരു കണക്ഷൻ ഇല്ലേ, അതെങ്ങനെ അങ്ങനെ? കാരണം അമ്മുമ്മ അങ്ങനെ ആരോടും അമ്പിനും വിലും എടുക്കാത്തൊരു കൂട്ടത്തിലാണ്. അത്ര പെട്ടെന്ന് അവരെങ്ങനെ കമ്പനി ആയത്? അതുപോലെ സോപ്പിട്ടതായിരിക്കും, അല്ലാതെ പിന്നെ എങ്ങനെ കമ്പനി ആവാല്ലേ? പിന്നെ അല്ലാണ്ട് ആന്റി സോപ്പിടാൻ പിടിക്കുക. ഇപ്പൊ എല്ലാം കൂട്ടി വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോഴല്ലേ അമ്മമ്മയുടെയും കനകാന്റിയുടെയും ആ ഒരു ബോണ്ടിന് ഒരു അർത്ഥം വന്നത്. ഞാൻ എപ്പോഴും ചൈനയിലിരുന്ന് ആലോചിക്കുന്നത് എങ്ങനെയാണ്. എന്താണ് എല്ലാരും കൂടെ ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുവാണോ എന്ന് പറയാനല്ലേ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ? അല്ല, നിങ്ങൾ പറയുന്ന കഥയുടെ കൂട്ടത്തിൽ ഞങ്ങളെയും കൂടെ കൂട്ടുമെന്ന് അറിയാൻ വന്നതാ. ഇപ്പൊ നിങ്ങള് കേറിയാ ശരിയാവൂല. പാറു, നീ എന്തോ ചെയ്തോണ്ടിരിക്കണ? അതേനങ്ങ് ചെയ്തോ കേട്ടാ. പാറു എന്താ അങ്ങനെ പറഞ്ഞേ? അത് നമ്മളെ ഈ കുടുംബകാര്യം സംസാരിക്കായിരുന്നു. ആരുടെ കാര്യം? അവന്റെ കാര്യം പറയാതിരിക്കാ ഭേദം. കെട്ടിയോള് പറയുന്നതും കേട്ടാ അവിടെ കുറെ നടക്കില്ലയോ? എന്നാൽ എന്താ അമ്മ ചിറ്റപ്പൻ അങ്ങനെ ആയിപ്പോയത്? അതിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ല ശിവ, ചിലവരുടെ ജീവിതം അങ്ങനെയാണ്. എടേ, എനിക്കൊരു കോള് പറഞ്ഞേ, ഇപ്പൊ വരാം. ഈയിടെയായിട്ട് അമ്മായിക്ക് ഫ്രണ്ട്സിനെ വിളി കുറച്ച് കൂടുതലാ. എന്നാ ഹോട്ടലിന്റെ കാര്യമൊന്നും പറയുന്നുമില്ല. ഞാനത് പറയായിരിക്കുമായിരുന്നു ചേച്ചി. മുമ്പൊക്കെ ഹോട്ടലിന്റെ കാര്യം പറയുമ്പോ എന്തൊരു വെപ്രാളോ ശുഷ്കാന്തിയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ലല്ലോ. എന്തു പറ്റി? വേണ്ടാത്തോണ്ട്. കാര്യങ്ങളൊക്കെ ലച്ചുവിനെ നന്നായിട്ട് അറിയാമല്ലോ. അതിന് ഞങ്ങൾ രണ്ടുപേരും നല്ല കമ്പനിയാണെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ ഒരാളുടെ കാര്യത്തിൽ അങ്ങനെ ഇടിച്ചു കയറി ഇടപെടാൻ പറ്റുമോ?